السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فاللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ما شاء الله لا حول ولا قوة إلا بالله. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عنها السوء بألف لا حول ولا قوة إلا بالله. പ്രിയ മുഹിബ്ബുകളെ, ഖസ്വീദത്തുൽ ബുർദയുടെ മഹത്വത്തെക്കുറിച്ച് ഉന്നത ശീർഷരായ ഇമാമുകൾ, പൂർവസൂരികൾ പറഞ്ഞ ഏതാനും ചില മൊഴികളാണ് കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ അവതരിപ്പിച്ചത്. ഇന്ന് ബുർദയുടെ രചയിതാവ് നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്, മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെക്കുറിച്ച് ചെറിയ ഒരു വിശകലനം, ഒരു വിശദീകരണം, പരിചയപ്പെടുത്തൽ ആണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്നലെ നമ്മൾ പറഞ്ഞ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുപ്രകീർത്തന മേഖലയിലെ വിഖ്യാതമായ മറ്റൊരു കാവ്യമാണ് അൽ ഖസ്വീദത്തുൽ ഹംസിയ. അതിൻ്റെ വ്യാഖ്യാനമായ അൽ മിനഹുൽ മക്കിയ ഫി ഷറഹിൽ ഹംസിയ എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, മഹാനവർകളെ ബുർദയെക്കുറിച്ച് ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചില വരികൾ വായിക്കാം. وإن أبلغ ما مدح به النبي صلى الله عليه وسلم من النظم الرائق البديع وأحسن ما كشف عن شمائله من الوزن الفائق المنيع وأجمع ما حبته قصيدة من مآثره وخصائصه ومعجزاته وأفصح ما أشارت إليه منظومة من بدائع كمالاته ما صاغه صوغ التبر الأحمر ونظمه نظم الدد والجوهر الشيخ الإمام العارف الهمام. ബുർദയെക്കുറിച്ച് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, കാവ്യങ്ങളെ കൂട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, പ്രകീർത്തനം, തങ്ങളുടെ പുകഴുകൾ പ്രമേയമായി സ്വീകരിച്ച് അവതരിപ്പിച്ച കാവ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബലീഗായ കാവ്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ, സൗന്ദര്യം, അതുപോലെ തന്നെ സ്വഭാവ മികവുകൾ, ഇതെല്ലാം സുന്ദരമായ രീതിയിൽ നമുക്ക് മുമ്പാകെ വരച്ചുകാട്ടിയ ഖസ്വീദകളിൽ ഏറ്റവും മികച്ച ഖസ്വീദ. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളും തിരുസവിശേഷതകളും ഏറ്റവും നന്നായി ഉൾക്കൊണ്ട ഖസ്വീദ, അത് നമ്മളീ പറയാൻ പോകുന്ന ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖസ്വീദത്തുൽ ബുർദയാണ്. അത് രചിച്ചത് മഹാനായ ഇമാം അശ്ശൈഖുൽ ഇമാമുൽ ആരിഫുൽ ഹുമാമുൽ കാമിലുൽ മുതഫന്നിനു അൽ മുഹഖ്ഖിഖു വൽ ബലീഗുൽ അദീബുൽ മുദഖ്ഖിഖു ഇമാമുശ് ശുഅറാഇ വ അശ്ഹറുൽ ഉലമാഇ വ ബലീഗുൽ ഫുസഹാഇ വ അഫ്സഹുൽ ബുലഗാഇൽ ഹുകമാഇ. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണിതൊക്കെ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ വെറും വാക്ക് പറയുന്ന ആളല്ല. എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത വിശേഷണങ്ങളും മഹത്വങ്ങളും ചാർത്തി ആളെ ജാക്കി വെക്കുന്ന പ്രകൃതക്കാരനല്ല ഇമാം ഇബ്നു ഹജർ എന്ന് മഹാനവറുകളെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ആരാണ്? കേവലം ഒരു കവിയല്ല. നബി തങ്ങളെ മദ്ഹ് ചൊല്ലിപ്പോയ ഒരു കവി എന്ന രീതിയിൽ മഹാനവറുകളെ
പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഖസീദ നിറയെ ഗുലുവും വലിയ അബദ്ധങ്ങളുടെ ഘോഷയാത്രയുമാണ് എന്നൊക്കെ വിമർശകർ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും അത് പറയാൻ വേണ്ടി അവർ ചില രചനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മക്തബത്തു ഷാമിലയിലും മറ്റുമൊക്കെ നമ്മൾ ബുർദയുടെ വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ പരതിയാൽ അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മുടെ അഹ്ലുസുന്നയുടെ ഇമാമുകൾ അതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം കേവലം ഒരു കവിയല്ല ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. ആരാണ്? അശ്ശൈഖുൽ ഇമാമുൽ ആരിഫുൽ ഹുമാമുൽ കാമിൽ, യോഗ്യനായ അള്ളാഹുവിനെ കുറിച്ച് വലിയ ജ്ഞാനമുള്ള ആത്മജ്ഞാനിയായ വലിയ ഇമാമാണ്. അതുപോലെ തന്നെ വലിയ മുഹഖിഖായ മുദഖിഖായ വലിയ ഒരു പണ്ഡിതനാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയുന്നു മഹാനവർകളെ ഷെയ്ഖു ഷറഫുദ്ദീൻ അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ സഈദ് ബിൻ ഹമ്മാദ്. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. കുഞ്ഞത്ത് അലമ് അബു അബ്ദില്ല എന്നാണ്. മഹാനവർകളെ ലഖബ് അലമ് ഷറഫുദ്ദീൻ, ദീനിൻ്റെ ഷറഫ് എന്നാണ്. അപ്പം മുഹമ്മദ് എന്നാണ് മഹാനവർകളെ പേര്. പിതാവിൻ്റെ പേര് സഈദ് എന്നാണ്. ഉലിദ സനത്ത സമാനിൻ വസിത്തിമിഅ, ഹിജറ 608 മഹാനവർകൾ ജനിക്കുന്നത്. വഅഖദ അൻഹുൽ ഇമാമു അബൂ ഹയ്യാൻ, പണ്ഡിതന്മാർക്കൊക്കെ അറിയാം പ്രസിദ്ധ തഫ്സീറായ അൽ ബഹ്റുൽ മുഹയ്യിത്ത് അബൂ ഹയ്യാൻ അൻ-നഹവി റഹിമഹുല്ലാ. മഹാനവർകൾ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. അതുപോലെ വൽ ഇമാമുൽ യഅ്മുരി, മഹാനവർകളും ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്, അതായത് ഇബ്നു സയ്യിദിന്നാസ്. അതുപോലെ വ മുഹഖിഖു അസ്രിഹി അൽ ഇസ് ബിൻ ജമാഅ, തൻ്റെ കാലഘട്ടത്തിലെ തുല്യതയില്ലാത്ത മഹാപ്രതിഭയായിരുന്ന മഹാനായ അൽ ഇസ് ബിൻ ജമാഅ എന്നവരെല്ലാം ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യരാണ്. ഒരു ഗുരുവിൻ്റെ യോഗ്യത മനസ്സിലാക്കാൻ, ആ ഗുരുവിൻ്റെ മികവ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലേക്ക് നോക്കിയാൽ മതി എന്ന് സാധാരണ പറയാറുണ്ട്. ഇപ്പം ഇമാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഷെയ്ഖുൽ ഇസ്ലാമാണ്. മഹാനവർകൾ അവിടുത്തെ അനേകം പ്രതിഭാധനരായ ശിഷ്യരിൽ വളരെ പ്രധാനിയാണ് ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ വലിപ്പം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതുപോലെ ഇസ് ബിൻ ജമാഅ റളിയല്ലാഹു അൻഹുവിനെ പോലെ അബൂ ഹയ്യാൻ തങ്ങളെപ്പോലെയുള്ള പ്രതിഭാധനരായ ഉന്നതരായ പണ്ഡിതരുടെ യോഗ്യനായ ഗുരുവാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. ഇതെല്ലാം പറയുന്നത് ഇമാം ഇബ്നു ഹജർ തങ്ങളാണ്. വേറെയും പല മഹാന്മാരുമുണ്ട്. വതൂഫിയ സനത 60 ഔ 70 വ90 വ600, ഹിജ്റ 697 6 മഹാനവറുകളെ വഫാത്ത്. അങ്ങനെയാണ് ഇമാം മഖ്രിസിയുടെ അഭിപ്രായം. ലാകിൻ സ്വവബ ഷെയ്ഖുൽ ഇസ്ലാം അൽ അസ്ഖലാനി അന്നഹു സനത 40 വ90. ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പ്രബലപ്പെടുത്തുന്നതും ശരിപ്പെടുത്തുന്നതുമായ അഭിപ്രായം ഹിജ്റ 694 ഹിജ്റ 694 ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് എന്നാണ്. ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങളൊക്കെ ഈ ബുറുദ ദർസ് നടത്തിയവരാണ്, അത് അധ്യാപനം ചെയ്തവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകളിലൂടെ ഇമാം ഇബ്നു ഹജർ ഇമാം ബുസീരിയിലേക്ക് എത്തുന്ന പരമ്പര സനദുണ്ട്. അത് ഇമാം ഖാത്തിബത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ തങ്ങൾ അൽ മിനഹുൽ മക്കിയയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് മഹാനവറുകളുടെ ജനനവും വഫാത്തുവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാന അഹദു അബവൈഹി മിൻ ബൂസീർ, മഹാനവറുകളുടെ മാതാപിതാക്കളിൽ ഒരാൾ മിസ്റിലെ ബൂസീർ ദേശക്കാരനാണ്, മറ്റൊരാൾ ദിലാസ് ദേശക്കാരനാണ്. ഇത് രണ്ടിൽ നിന്നും ഒരു നിസ്ബയുണ്ടാക്കി ദിലാസ്വീരി എന്നാണ് മഹാനവറുകൾക്ക് പറയാറുണ്ടായിരുന്നത്. പിന്നെ മഹാനവറുകൾ ബൂസീരി എന്ന് പ്രസിദ്ധനായി. ഈ ബൂസീർ എന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ നാടായിരിക്കാമെന്നും അത് മഹാനവറുകൾക്ക് മേൽ തഗ്ലീബൻ നിലക്ക് പറയപ്പെട്ടതായേക്കാം എന്നുമൊക്കെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇമാം ബൂസീരി മഹാനവറുകളുടെ ജനനവും വഫാത്ത് വർഷവും ഒക്കെ നമ്മൾ പറഞ്ഞു. മഹാനവറുകളുടെ ശിഷ്യരെ സംബന്ധിച്ച് പറഞ്ഞു. മഹാനവറുകൾ ജനിച്ചത്
ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾക്കൊക്കെ ബുറുദയുടെ സനദ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വഴി സനദ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹുസ്നുൽ മുഹളറ ഫി അഖ്ബാരി മിസ്ർ വൽ ഖാഹിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, അഷ്റഫുൽ ബൂസൂരിയു സ്വാഹിബുൽ ബുർദ, ബുർദയുടെ കർത്താവായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ദിലാസിലാണ് ജനിച്ചത്. ബൂസീർ എന്ന സ്ഥലത്താണ് വളർന്നത്. മഹാനവറുകൾ ചൊവ്വാഴ്ചയാണ് ഷവ്വാലിൻ്റെ ആദ്യ സമയത്ത്, ആ ഷവ്വാലിൻ്റെ ആദ്യ സമയങ്ങളിൽ, ഷവ്വാലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മഹാനവറുകൾ ചൊവ്വാഴ്ച ജനിച്ചു എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ചുരുക്കുകയാണ്. അപ്പോൾ ഇതാണ് മഹാനവറുകളെക്കുറിച്ചൊരു ഹ്രസ്വമായ വിവരണം. പിന്നെ മഹാനവറുകൾ ഇത്രയും വലിയ ഈ മദ്ഹിൻ്റെ രംഗത്തേക്ക്, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ദിനചര്യയായി ബുർദയുടെ പാരായണവും പഠനവും അതിൻ്റെ ഖിദ്മത്തും കൊണ്ടു നടക്കുന്ന ലോകർ അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു തരത്തിലേക്ക് ബുർദ ഉയർന്നല്ലോ. ഇത്രയും വലിയ ഒരു ദറജ ഷറഫ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന് കൈവരാനുണ്ടായ, അത് ലഭിക്കാനുണ്ടായ ഒരു നിമിത്തം എന്ന് പറയുന്നത് അത് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. വസ്വഹിബൽ ഖുതുബ് അബൽ അബ്ബാസ് അൽ മർസിയ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സൂഫി വര്യനായ വലിയ ആത്മജ്ഞാനിയായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹവാസം, മഹാനവറുകളെ മുരീദായി ശിഷ്യനായി ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടുകയുണ്ടായി. ആ ശിഷ്യത്വമാണ് മഹാനവറുകൾക്ക് ഉന്നതങ്ങളിലേക്കുള്ള വഴിവെട്ടിയത്. ആ ഇമാം അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു ആരാണ്? മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ആകുന്ന മഹാഗുരുവിൻ്റെ യോഗ്യനായ ശിഷ്യനാണ്. ഇവരെല്ലാം എണ്ണം പറഞ്ഞ ആത്മജ്ഞാനികളിൽ സൂഫി വര്യരിൽ പ്രധാനികളാണല്ലോ. ആ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹവാസവും അദ്ദേഹത്തിൻ്റെ നോട്ടവും അദ്ദേഹത്തിൻ്റെ പൊരുത്തവുമാണ് മഹാനവറുകളെ ഇല അൻഫാഖ അഹ്ല സമാനിഹി വറസഖഹുല്ലാഹു മിന ശുഹ്റതി വൽ ഹളി മാ ലം യസ്വിൽ ഇലൈഹി അഹദു മിൻ അഖ്റാനിഹി. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ആ സഹവാസം വഴി മറ്റാർക്കും ശീർഷർക്ക്, തൻ്റെ സമകാലികർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഔന്നിത്യം മഹാനവറുകൾക്ക് കൈവരികയുണ്ടായി, മഹാനവറുകൾ ലഭ്യമാകുകയുണ്ടായി. അത് അബുൽ അബ്ബാസിൽ മുർസി തങ്ങളെ സഹവാസം മൂലമാണ്. ഒരു മഹാ ആത്മജ്ഞാനിയാണ് അബുൽ അബ്ബാസിൽ മുർസി. മഹാനവറുകളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ശൈഖായ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം കാണാം ലത്വായിഫുൽ മിനനിൽ. എന്താണ്? ലയഅതീഹിൽ ബദവിയു യബൂലു അലാ സാഖൈഹി. ഈ മലയിടുക്കുകളിലും അതുപോലെ തന്നെ മലഞ്ചെരുവുകളിലുമൊക്കെ താമസിക്കുന്ന ഒരു വിവരവുമില്ലാത്ത ആളുകൾ, അവർ നിന്നുകൊണ്ട് മൂത്രിക്കുന്നവരായിരിക്കും. അങ്ങനെയാണ് അബുൽ അബ്ബാസിൽ മുർസിയുടെ അടുക്കൽ അവർ വരിക, അല്ല അബുൽ അബ്ബാസിൽ മുർസിയുടെ സമീപം വരിക. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കില്ല ഖദ് വസ്വല, അദ്ദേഹം വാസ്മിലായ അള്ളാഹുവിനെ കുറിച്ച് വലിയ അറിവ് ലഭിക്കുകയും വലിയ സൂഫിയായി മാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പം അത്രയും വലിയ ബറക്കത്തുള്ള ആളാണ് മഹാനായ അബുൽ അബ്ബാസിൽ മുർസി. ആ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹവാസവും ഗുരുത്വവും പൊരുത്തവും അംഗീകാരവും അവിടുത്തെ തിരുനോട്ടവുമാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ ദറജ നേടിക്കൊടുത്തത്. ആ ബുർദ മാത്രം മതി മഹാനവറുകളെ വിലാസവും മഹാനവറുകളെ മഹത്വവും മേന്മയും മികവും മനസ്സിലാക്കാൻ എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറഞ്ഞത് ഇന്നലെ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചെറുതായി പറയാനുള്ളത്. ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബാജൂരി തങ്ങൾ പറഞ്ഞത് കാണാം, മിൻ അജല്ലി ശുഅറാഇ അൽ ഇമാമുൽ കാമിലു വൽ ഹുമാമുൽ ആലിമുൽ ആമിലു അൽ ബലീഗുൽ അദീബു അശ്അറുൽ ഉലമാഇ വഅഫ്സഹുൽ ഹുകമാഇ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇമാം ഇബ്നു അല്ലാൻ അസ്സുദ്ദീഖി റഹിമഹുല്ലാഹ് തന്റെ ബുർദയുടെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറഞ്ഞതിൽ ആരിഫി ബില്ലാഹിൽ ആലിമിൽ ആമിലി അൽ മുഖ്ബിത്തിൽ അവ്വാഖ്, കേവലം ഒരു പണ്ഡിതൻ എന്നല്ല, ആത്മജ്ഞാനിയായ വലിയ സൂഫിയായ ഔലിയാക്കളിൽപ്പെട്ട പണ്ഡിതനാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും ബുർദ ചൊല്ലുന്നു, അതിൻ്റെ ഖിദ്മത്തിൻ്റെ വഴികളിൽ നമ്മൾ ചെറിയ
രീതിയിൽ ഇടപെടുന്നു. അതുകൊണ്ട് അള്ളാഹു ശാരീരികവും മാനസികവുമായി നമുക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യ സന്താനങ്ങൾ, എല്ലാവർക്കും, നമ്മുടെ ഇഷ്ടക്കാർ, നമ്മളെ സഹായിച്ച ഭക്ഷണം തന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.